ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണണേ. ഞാനേ ഇച്ചിരി ചക്കക്കുരു സമയം കിട്ടുമ്പം നാട്ടിൽ നിന്ന് ഇച്ചിരി ചക്കക്കുരു ഉണ്ട്. 100 പ്രാവശ്യം മെഴുക്ക് പുരട്ടി അത് വെളിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നാളെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എന്തോ പറ്റിയോ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതങ്ങ് ഇച്ചിരി ഈർപ്പൊക്കെ കയറി അത് ഇത്തിരി പൂത്തണ ഞാൻ കളഞ്ഞു. അപ്പം ഇപ്രാവശ്യം കുറച്ച് നാൾ വെളിയിലായിരുന്നു. അപ്പം പിന്നെ മായ പറഞ്ഞായിരുന്നു, ചേച്ചി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എന്നിട്ട് എടുക്കുന്ന ഉടനെ ഇച്ചിരി തുണി കൊണ്ട് തുടച്ചാൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത ഉടനെ കുഴപ്പമില്ല, കുറച്ച് നേരം വെളിയിൽ വെച്ചപ്പോഴത്തേക്കിന് ആ വെള്ളം വിടാൻ തുടങ്ങി, ഫ്രിഡ്ജിൽ ഇരുന്നതിൻ്റെ നനവേ. അപ്പം ഞാൻ ഇന്ന് തുടച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് ക്ലിക്ക് ക്ലിക്ക് എന്നങ്ങ് പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ തുണിയും കൊണ്ടൊന്ന് തുടച്ചിട്ട് കുറച്ച് ഇതൊന്ന് ഞാൻ തോരൻ വെച്ച് നോക്കാമെന്ന് വെച്ച്. ഇവന്മാർ തോരൻ്റെ കാര്യം എനിക്കറിയത്തില്ല. മെഴുക്ക് പുരട്ടി ഇല്ല, തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയുണ്ടേ അവർക്ക് ഇഷ്ടമായിരുന്നു, റീച്ചാനും ഇഷ്ടമായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ എന്തെങ്ങാണ്ട് ആരും ഒരു കമൻറ്റ് ചോദിച്ചാൽ ഞാനങ്ങ് മറന്നുപോയി. ഓർക്കും, ഇടയ്ക്കെങ്ങാണോ ഓർക്കുവാണെങ്കിൽ പറയാം കേട്ടോ. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഉടനെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചിലർ മറന്നു പോകും കേട്ടോ. വീഡിയോ മൊത്തവും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനായിട്ടിരുന്നാൽ ചിലർ മറന്നു പോകും. അപ്പം ഞാൻ ഈ എൻ്റെ ഇൻട്രോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേരെ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ലൈക്ക് അടിക്കാനൊക്കത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും മതി. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം തലേന്നത്തെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഈ ദിവസം രാവിലെ നല്ല മഴയായിരുന്നു. എന്നാലും കൊച്ചന് കോളേജിൽ പോകണമായിരുന്നു, പോൾമോനെ. അമ്മമാരുടെ ഡ്യൂട്ടികളൊക്കെ തുടങ്ങി. അമ്മമാർക്ക് എപ്പോഴും ഡ്യൂട്ടി തന്നെ, ഡ്യൂട്ടി. മക്കൾ കുഞ്ഞായിരിക്കുമ്പം തൊട്ട് അവർ കല്യാണം കഴിഞ്ഞാലും അമ്മമാർക്ക് അതിൻ്റേതായ ഓരോ ഡ്യൂട്ടി ഉണ്ട് ഇല്ലേ? അവരുടെ കല്യാണം കഴിഞ്ഞാലും പിന്നെ ഓരോ കല്യാണം കഴിഞ്ഞ് ഓരോ സ്റ്റേജ് ഉണ്ടല്ലേ, അന്നേരവും നമുക്ക് ഡ്യൂട്ടി തന്നെ. ഓക്കെ, അന്നേരം രാവിലെ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത്. പോൾമോൻ ടിഫിനൊന്നും കൊണ്ടുപോകണ്ട. രാവിലെ 8 മണിക്ക്, ചില ദിവസം 8 മണിക്കായിരിക്കും, ചില ദിവസം 9 മണിക്കായിരിക്കും. പോയിട്ട് ഒരു ഉച്ചര 1-1:30 ആകുമ്പോഴത്തേക്ക് ഇങ്ങ് വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടാൽ മതി, വന്നിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ ചായ ഇടുന്നതിന് മുമ്പിട്ട് പാസ്തയ്ക്കുള്ള സവാള അരിഞ്ഞു. വേറെ വെജിറ്റബിൾസ് ഒന്നും അരിയുന്നില്ല, അതിന് സമയമില്ല. ഇന്നലെ വൈകിട്ട് അരിയാനും എനിക്ക് സമയം കിട്ടിയില്ല, ഇത്തിരി തിരക്കായിരുന്നു. അപ്പോൾ ഈ ഉള്ളി മാത്രം ഇട്ട് വഴറ്റിയിട്ട് പാസ്ത ഇടാന്ന് വെച്ച്. അതിന് ശേഷമാണ് ഞാൻ ചായയൊക്കെ, പിന്നെ ഇതൊന്ന് കുക്കറിലിട്ടൊന്ന് വിസിലടിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചായയും പാല് കാച്ചാനൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ ചായ ഇടുന്നതിന് മുമ്പിട്ട് ഞാൻ ആദ്യം ചിന്തിച്ചവന് ചായ ഞാൻ എപ്പോഴും ഇവർക്കിപ്പോൾ പിള്ളേർക്ക് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ചായ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പാലൊഴിച്ച് ഇച്ചിരി മധുരവും ഇച്ചിരി കൂടെ തേയിലയും കൂടെ ഇട്ടിട്ടാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ചിന്തിച്ച് അങ്ങനെ കൊടുത്താൽ അവൻ കുടിക്കത്തില്ല, എനിക്കറിയാൻ കുടിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ അവന് കോഫി ഉണ്ടാക്കി കൊടുത്ത്, ഇത്തിരി പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി കോഫി പൗഡർ ഇട്ട് കൊടുത്തു. അപ്പോൾ പാസ്ത ആയതുകൊണ്ട് കഴിച്ചിട്ട് പോയി. അല്ല ഇപ്പം ദോശയോ വല്ലതും ആണെങ്കിൽ പറയും, വേണ്ട മമ്മി ഞാൻ വന്നിട്ട് കഴിച്ചോളാം പറയും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്യാൻറ്റീനിൽ നല്ല ജ്യൂസോ വല്ലോ മുസമ്പി ജ്യൂസോ അങ്ങനെ അവൻ വാങ്ങിച്ചു കുടിക്കും. വെളിയിൽ ഭയങ്കര മഴ നടക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. എങ്ങനെ രാവിലെ കൊച്ചു പോകുമെന്നുള്ള ഇതിൽ ഞാൻ നിൽക്കും. നമുക്കതാണേലും രാവിലെ എണ്ണിക്കാൻ ഭയങ്കര മടിയായി. ഇനി കൊച്ചവനെ എണ്ണിപ്പിക്കുന്ന കാര്യം മഴയും തുടങ്ങി. രാവിലെ കിടക്കാൻ നല്ല സുഖമാണ്, എണ്ണിക്കാനേ തോന്നത്തില്ല. പിന്നെ നമുക്ക് എണീറ്റാലെല്ലാം ഒക്കത്തുള്ളൂ. അപ്പം ഞാൻ പാസ്തയൊക്കെ ഇട്ട് വിസിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തുവേ. അപ്പം ചായ ഇവിടെ ഇടാൻ ഇച്ചിരി ഇഞ്ചിയും ചതച്ചിട്ടു, ഒരു ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബഹളം കൊണ്ട് ഞാൻ അങ്ങോട്ട് അകത്ത മുറിയിൽ പോയി ലൈറ്റൊക്കെ ഇടുകയും കതകിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഒരാൾ എണീറ്റ് കുത്തിയിരുന്നു, കൊച്ചവൻ. ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട, രാവിലെ ഇച്ചിരി കൂടെ നേരം വേണേ കിടന്നോ, നാളത്തോട്ട് പോയാൽ മറ്റന്നാളത്തോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഇല്ല, പെട്ടെന്ന് എടുത്തതുകൊണ്ട് ഇച്ചിരിയും കൂടെ വെള്ളം ഇത്തിരി ഒന്ന് വറ്റാണ്. ഞാൻ അന്നേരം ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചിട്ട് എന്നിട്ട് പിന്നെ അവനെ വിളിച്ചിട്ട് വെച്ചാൽ അവൻ പറഞ്ഞാൽ അവൻ അങ്ങനെ ഇച്ചിരി ലൂസായിട്ടിരുന്നാലും മതിയെന്ന്. അങ്ങനെ അവനെ ഇച്ചിരി എടുത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് പിന്നെ
എടുത്തത്, അടച്ച് അവിടെ വെച്ചിരുന്നു. അപ്പോഴത്തേക്കിന് വെള്ളമൊക്കെ ഒന്ന് അബ്സോർവായി. അങ്ങനെ അവനെ വിട്ടതിന് ശേഷമാണ് പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുത്തത്, ചായ എടുത്തത്. അപ്പം പാസ്തയൊക്കെ ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അടി കൂടെ കൊടുക്കട്ടെ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് പോയി എൻ്റെ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള അതൊക്കെ ചെയ്തു. അപ്പം കഞ്ഞിക്ക് വെള്ളം വെച്ച് പിന്നെ അരിയൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കോവയ്ക്കയും ഒരു ക്യാരറ്റ് കിടപ്പുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അതൊന്നേ മെഴുക്ക് പുരട്ടാന്ന് വെച്ച്. അപ്പോൾ രാവിലെ മോന് രാവിലെ കോളേജായിരുന്നു, അവൻ പോയി. ഇന്ന് രാവിലെ തൊട്ട് രാത്രി തൊട്ടേ മഴയുണ്ട്, മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. ഉച്ചയാകുമ്പോഴത്തേനും കൊച്ച് വരും. നമ്മൾ ഈ ജിയോ മാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യുമ്പോഴേ ദിവസം ഒരു പ്രാവശ്യം അങ്ങനെ അറിയിച്ചാൽ പറഞ്ഞേ. അപ്പോൾ ഉള്ളി പറയുവാണെങ്കിൽ 5 രൂപയ്ക്ക് ഉള്ളി കിട്ടും. അപ്പം അതിൻ്റെ മുകളിലത്തെ തൊലി പന്നലൊന്നുമല്ല, ഇച്ചിരി തൊലി മറ്റേതിനേക്കായി. അതുകൊണ്ടിപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഈ ടൈപ്പാണെങ്കിൽ ഇത് 5 രൂപയ്ക്കകത്ത് 5 രൂപയ്ക്ക് ഇപ്പം ഇക്കാലത്ത് 5 രൂപ എന്തോത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇനി വാങ്ങിക്കുമ്പം കാണിക്കാമേ. അല്ല ഇങ്ങനെയൊക്കെയുള്ള പന്നലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2 തീരെ അങ്ങനെ വാങ്ങിച്ച്. ഞാൻ പറഞ്ഞ റീച്ച ഇന്നും ഓർഡർ ചെയ്യുന്നെങ്കിൽ വാങ്ങിയിട്ട് ചേച്ചാൽ നല്ലയാണോ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നല്ലയാ. 5 രൂപ എന്തോ ഉണ്ട് പ്രാവശ്യം. ഇപ്പം 1 കിലോ സവാള കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിനൊക്കെ അങ്ങ് ഇച്ചിരി കൂടുതൽ ചേർക്കും. കൂടുതലെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന്. മറ്റേ ഇച്ചിരി നമ്മൾ വിലയൊക്കെ ഉള്ളു. ഇപ്പം അല്ലാതെ നമ്മൾ കടയിൽ വാങ്ങിക്കുകയാണെങ്കിൽ 28 രൂപയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിലപ്പം മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമായിരുന്നെങ്കിൽ 25 ഉണ്ടായിരുന്നു, 25ആയിരുന്നു. ഇനിയും ഇന്ന് ഞാൻ രാവിലെ ഓർഡർ ചെയ്യാൻ സമയമില്ലായിരുന്നു, അതുകൊണ്ടങ്ങ് എളുപ്പം പോയി. ഞാൻ ഇനിയും 5 രൂപയുടെ വാങ്ങിക്കുമ്പോഴേ കിട്ടുമ്പോഴേ കാണിക്കാമേ. അപ്പോഴത്തെ ഭിക്ഷക്കാർക്ക് പോലും വേണ്ട 5 രൂപ. എന്താ അതിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും ഇങ്ങനെ കിട്ടുമെന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അതൊന്നുകൂടെ തിരക്കിയിട്ട് ഞാൻ വിശദമായിട്ട് നാളെ പറയാം. അപ്പം പിന്നെ ദിവസം ഒരു പ്രാവശ്യം എങ്ങാണ്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പം കിട്ടും. ഞങ്ങൾ ഈ പാലൊക്കെ മിക്കവാറും പാലോ എമർജൻസിക്ക് പച്ചക്കറിയൊക്കെ ചിലപ്പോൾ ഇവിടുന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ കോവയ്ക്ക മെഴുക്കോട്ടി ചപ്പാത്തിക്ക് പൂളുമോൻ ഇഷ്ടമാണ്, കൊച്ചവൻ അത്ര ഇഷ്ടമല്ല. കൊച്ചവന് വെണ്ടയ്ക്കാണ് ഇഷ്ടം. എനിക്കും കോവയ്ക്ക മെഴുക്കോട്ടി പിന്നെ ഈ ചപ്പാത്തിക്ക് ഇഷ്ടം എങ്ങനെയുള്ളതാണോ, ഇച്ചിരി നല്ല വിളഞ്ഞ് പഴുത്ത ഇത്തിരി കളറുള്ളതുകൊണ്ട്. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, എനിക്കതിഷ്ടമാണ്. അങ്ങനെയുള്ളത് മെഴുക്കുവരട്ടി വെച്ചാൽ എനിക്കിഷ്ടമാണ്. ഇന്ന് ചെയ്യുന്ന മെഴുക്ക് പുരട്ടി വേറെ രീതിയിലാണ്. പല രീതിയിൽ നമ്മൾ ചെയ്യും. നമ്മുടെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച്. വെള്ളം ഒത്തിരി വേണ്ട, എൻ്റെ കൈ ഇങ്ങനെയൊന്ന് കുറഞ്ഞ് ചേർക്കത്തേ ഉള്ളൂ. കാരണം കോവയ്ക്കകത്ത് വെള്ളമുണ്ട്. ഇതൊന്ന് ഇച്ചിരി ഒന്ന് ഉപ്പി പറ്റിച്ചിട്ട് മെഴുക്ക് പുരട്ടാം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പാൻ്റെ അകത്ത് ഇട്ടങ്ങ് ചെയ്യത്തേ ഉള്ളൂ. ഇത്തിരി സമയമായി. എൻ്റെ വീഡിയോ കാണുന്ന പഴയ ആൾക്കാർക്കറിയാം ഞാൻ എങ്ങനെയാണ് മെഴുക്കുവരട്ടി വെക്കുന്നതെന്ന്. ഈ വെണ്ടയ്ക്കയും കോവയ്ക്കൊക്കെയും മെഴുക്കുവരട്ടി വെക്കുന്ന സമയത്ത് ഞാൻ രാവിലെ അങ്ങ് അടപ്പത്തിടും. കാരണം അത് കുറേ നേരം വേണ്ടേ അത് ഇങ്ങനെ വഴന്ന് വരാൻ. അത് ഞാൻ ഇങ്ങനെ ഉപ്പി പറ്റിക്കാറില്ല. ഞാൻ ഇങ്ങനെ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ഇങ്ങനെ വഴറ്റി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിന് കുറേ സമയം എടുക്കത്തില്ലേ. ഇന്ന് ഇത്തിരി താമസിച്ച് പോയി, അതുകൊണ്ട് ഇതിങ്ങനെ ഇച്ചിരി ഒന്ന് ഉപ്പി പറ്റിച്ചിട്ട് ഇങ്ങനെ ഇട്ടേ. ഇനിയിപ്പോൾ അത് വഴന്ന് ഇടയ്ക്ക് തീ ഒന്ന് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്ത് അഥവാ അടിക്ക് പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും.
അപ്പം ഞാൻ കോവയ്ക്ക വഴറ്റി ഉപ്പി പറ്റിച്ച് അതേ ആ കടായി ഞാൻ കഴുകിയതൊന്നുമില്ല. ഒരു ടൊമാറ്റോ ചട്നി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ടൊമാറ്റോ ചട്നി പോലല്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ എനിക്ക് പണ്ട് എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ഇത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്തിരി പച്ചമുളകും സവാളയിട്ട് ഒത്തിരി അങ്ങ് വഴറ്റുന്നില്ല. ആ സവാള ഇച്ചിരി ഒന്ന് പച്ചപ്പ് പോകണം. അപ്പോൾ ഞാൻ ആദ്യം കടുകായിരുന്നു ഇടേണ്ടത്, കടുകിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇച്ചിരി സൈഡിലോട്ട് സവാളയൊക്കെ മാറ്റിയിട്ട് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റും. ആദ്യം നിങ്ങൾ ചെയ്യുമ്പം ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് വഴറ്റണം. അതിനുശേഷം ഈ സവാളയും പച്ചമുളകും കൂടി ഇട്ട് ഒത്തിരി അങ്ങ് വഴരണ്ട. അതുപോലെ സവാള അരിയുന്ന ഉടനെ ഇങ്ങനെ നീളത്തിൽ അരിയുകയും വേണം. ടൊമാറ്റോയും ഞാൻ ചെറുതായിട്ടുള്ള ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുമല്ലോ അതുപോലല്ല, അതും ഒരു ഇച്ചിരി നീളത്തിലും ഒത്തിരി വലിയ നീളമുള്ള ടൊമാറ്റോ ആണെങ്കിൽ അതൊന്ന് ഇച്ചിരി സൈഡിലൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് അങ്ങനെ അരിഞ്ഞാൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. മറ്റേ ഞാൻ ടൊമാറ്റോ ചട്നി വെക്കുവാണെങ്കിൽ അതിൽ മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാലയൊക്കെ ചേർക്കും. ഇതിനകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയുമേ ചേർത്തുള്ളൂ, കാശ്മീരി. എന്നിട്ടത് നന്നായി സവാളയ്ക്ക് ഇച്ചിരി ഒന്ന് വഴന്ന് വന്നോണ്ട് ഇത്തിരി വാടി പച്ചപ്പൊന്ന് പോയണ്ടേ അതിൻ്റെ അകത്തോട്ട് ഈ ടൊമാറ്റോ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ, മറ്റേ നമ്മൾ ചട്നി വെക്കുമ്പോൾ അടച്ച് വെക്കും, അത് നന്നായിട്ട് മെൽറ്റ് ആവണം. ഇതങ്ങനെ ഒത്തിരി മെൽറ്റ് ആവുന്നുണ്ട. ഞാൻ നന്നായി കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇളക്കിയിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് ഇളക്കിയിട്ട് ഒത്തിരി അങ്ങ് തൊലി അങ്ങ് സോഫ്റ്റ് ആവണ്ട. പിന്നെ ലാസ്റ്റിൽ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങെടുക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഈ കൂട്ടാൻ കൂട്ടി മാത്രമാണ് ചോറ് കഴിച്ചത്. അപ്പോൾ ഇന്നലത്തെ പരിപ്പ് കറി ഇരിപ്പുണ്ട്, പയറുതോരൻ ഇരിപ്പുണ്ട്, അതൊന്നും വേണ്ട. ഇവിടെ നമ്മുടെ ടൊമാറ്റോ ചട്നി എന്ന് വേണേൽ പറയാം, റെഡി ആയിട്ടുണ്ട്. എൻ്റെ പപ്പാടെ ഒരു കൂട്ടാനായിരുന്നു ഈ ചട്നി. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയില്ല, എനിക്കിന്ന് അങ്ങനെ അധികം ജോലികളെന്ന് പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ ജോലികളും അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ചിന്തിച്ചു, ഇന്ന് അധികം കുക്കിംഗ് പരിപാടി ഇല്ലാത്തതുകൊണ്ട് ആ അടുക്കള പാതാമ്പറം മൊത്തം ഒന്ന് ഗ്യാസിൻ്റെ അവിടെ എല്ലാം ഒന്ന് സോപ്പിട്ട് ഈ എണ്ണ ഇങ്ങനെ തെറിച്ചേ ഒന്ന്, ഈ അച്ചാർ പരിപാടി ഇതൊക്കെ ഇരുന്നായതുകൊണ്ട് ഈ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കത്തില്ലേ. അപ്പോൾ അവിടെ എല്ലാം ഈ കറിവേപ്പില ഇടുന്ന ഉടനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഉടനെ ഒരു തുള്ളി ഓയിൽ ഈ താഴെ നമ്മൾ നിൽക്കുന്നിടത്ത് ആയാൽ മതി അതിനെ. എന്നിട്ട് ആ മാറ്റിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് സ്ലിപ്പായിപ്പോവും. അപ്പം ഞാൻ ഇന്ന് മൊത്തം അടുക്കള മൊത്തം ഗ്യാസും ആ പാതാമ്പറവും മൊത്തം ഇന്ന് കഴുകി റെഡിയാക്കുക. അതിന് കാണിക്കാമേ. ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല വീഡിയോ, എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ എടുത്തേ. ഞാനിത് പകുതി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അനു വന്നത്. അവൾ മിക്കവാറും ലേറ്റായിട്ടാണ് വരുന്നത്. ഇന്ന് അവൾ ഇത്തിരി നേരത്തെ വന്നു. അപ്പം ഞാൻ എല്ലാം ഇവിടെ എല്ലാം കാത്തയിട്ട്, ഈ കമ്പി കാത്തയിട്ട് ഉരച്ച് ക്ലീനാക്കി അതെല്ലാം ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.